പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ വരുന്ന ജൂൺ 19 നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ അതിനിർണായകമായിട്ടുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. നമുക്കറിയാം, ഉപതെരഞ്ഞെടുപ്പിന് കാരണം PV അൻവർ എന്ന് പറയുന്ന ഇടതുപക്ഷ സ്വതന്ത്ര MLA ഇടതുപക്ഷത്തിൻ്റെ സ്വതന്ത്ര MLA ആയിരുന്ന PV അൻവർ നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് രാജിവെച്ചതാണ് ആ ഉപതെരഞ്ഞെടുപ്പ് അവിടെ ഉണ്ടാവാനുള്ള കാരണം. നമുക്കറിയാം, PV അൻവർ ഏതാണ്ട് ഒരു 7-8 വർഷക്കാലവും പിണറായിയുടെ വത്സല വിനീത വിധേയനായിരുന്നു. പിണറായി വിജയനെ പിതാവ് എന്ന് വിളിച്ചിരുന്ന ആളായിരുന്നു അൻവർ. എന്നാൽ അൻവർ പിന്നീട് പിണറായിയുമായി തെറ്റുന്നതാണ് നമ്മൾ കണ്ടത്. അവസാനം പിണറായിയുമായി തെറ്റിയ അൻവർ LDF സ്വതന്ത്രൻ എന്നുള്ള നിലയിൽ നിലമ്പൂരിലുള്ള തൻ്റെ നിയമസഭാംഗത്വം രാജിവെച്ച് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നതിനെ തുടർന്ന് ആ മണ്ഡലത്തിലുണ്ടായിട്ടുള്ള ഒഴിവ് നികത്തുന്നതിനുള്ള ഉപതെരഞ്ഞെടുപ്പാണ് ഈ 2025 ജൂൺ 19 നിലമ്പൂരിൽ നടക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ UDF സ്ഥാനാർത്ഥിയായിട്ടുണ്ട്. അത് ആര്യാടൻ ഷൗക്കത്ത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം നമുക്കറിയാം, ദീർഘകാലം പതിറ്റാണ്ടുകളോളം മലപ്പുറത്തു നിന്നുള്ള കോൺഗ്രസിൻ്റെ സമുന്നത നേതാവായിരുന്ന ആര്യാടൻ മുഹമ്മദിൻ്റെ മകനാണ്. പതിറ്റാണ്ടുകളോളം നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് MLA ആയിരുന്ന, മന്ത്രിയായിരുന്ന ആര്യാടൻ മുഹമ്മദിൻ്റെ മകനാണ് ആര്യാടൻ ഷൗക്കത്ത്. നമുക്കറിയാം, നിലമ്പൂർ എന്ന് പറഞ്ഞാൽ ഒരു UDF മണ്ഡലമാണ്. UDF ആണ് നിരന്തരമായി അവിടെ ജയിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ 2016-ലും 2021-ലും നിലമ്പൂരിൽ നിന്ന് ഇടതുപക്ഷ സ്വതന്ത്രനായിട്ടുള്ള PV അൻവർ ജയിക്കുകയുണ്ടായി. 2016-ൽ ഇടതുപക്ഷ സ്വതന്ത്രനായി PV അൻവർ ഏതാണ്ട് ഒരു 11,000 വോട്ടിൽ ജയിച്ചു. എന്നാൽ 2021 ആയപ്പോൾ ഇൻവറിൻ്റെ ഭൂരിപക്ഷം ഏതാണ്ട് 2000 ചില്വാനമായി കുറഞ്ഞു. അങ്ങനെ 2016-ലും 2021-ലുമാണ് നിലമ്പൂരിൽ നിന്ന് ഒരു ഇടതുപക്ഷ സ്വതന്ത്രൻ ജയിച്ചത്. അതല്ലെങ്കിൽ നിലമ്പൂർ ഒരു UDF മണ്ഡലമാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കം ഉണ്ടാകും എന്ന് തോന്നുന്നില്ല. സുഹൃത്തുക്കളെ, ഈ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. കാരണം ഈ മണ്ഡലം LDFിൻ്റെ കയ്യിലായിരുന്നു. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. നമുക്കറിയാം, ഈ LDF അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു 3-4 ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം നടന്നിരുന്നു. പക്ഷേ ആ ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം സ്റ്റാറ്റസ് കോ നിലനിർത്തുകയാണ് ചെയ്തത്. എല്ലായിടത്തും UDF ജയിച്ചു, ഒരിടത്ത് LDF ജയിച്ചു. പക്ഷേ UDF ജയിച്ചെടുത്തു, LDF ജയിച്ചെടുത്തു അവർ തന്നെ ആയിരുന്നു ജയിച്ചിരുന്നത്. ഇപ്പോൾ പുതുപ്പള്ളിയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നു, അവിടെ UDF ജയിച്ചു. പക്ഷേ അതിന് മുമ്പ് UDF ആയിരുന്നു ജയിച്ചിരുന്നത്. തൃക്കാക്കരയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നു, അവിടെ UDF ജയിച്ചു. പക്ഷേ അതിനു മുമ്പ് UDF തന്നെയാണ് ജയിച്ചിരുന്നത്. പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നു, അവിടെ UDF ജയിച്ചു. പക്ഷേ അതിനു മുമ്പ് UDF ആണ് ജയിച്ചിരുന്നത്. എന്നാൽ ചേലക്കരയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നു, അവിടെ LDF ആണ് ജയിച്ചത്. പക്ഷേ ഇതിനു മുമ്പ് LDF ആയിരുന്നു അവിടെ ജയിച്ചത്. പക്ഷേ ചേലക്കരയിൽ LDFിൻ്റെ 29,000 ചില്വാനത്തിൻ്റെ ഭൂരിപക്ഷം 12,000-ആയി കുറഞ്ഞു എന്നുള്ളത് നമ്മൾ കാണാതിരിക്കരുത്. എന്തായാലും സ്റ്റാറ്റസ് കോ ആയിരുന്നു ഇതുവരെ. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പല കാരണങ്ങൾ കൊണ്ടും പ്രധാനമാണ്. കാരണം LDFിൻ്റെ കയ്യിൽ നിന്ന ഒരു സീറ്റായിരുന്നു നിലമ്പൂർ. ഏതാണ്ട് ഒരു 10-11 മാസങ്ങൾക്ക് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന സാഹചര്യത്തിൽ പിണറായി വിജയൻ 3.0 അടുത്ത് വരാൻ പോകുന്നു എന്നൊക്കെയുള്ള ചർച്ചകൾ നടക്കുന്ന സാഹചര്യത്തിൽ നിലമ്പൂരിൽ വലിയ ഭൂരിപക്ഷത്തിന് LDF തോറ്റാൽ അവർക്ക് അത് വലിയൊരു തിരിച്ചടിയാകും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് LDFിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. UDFിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. കാരണം 2 തവണയായിട്ട് തോറ്റമ്പി ചത്ത മലച്ച് കിടക്കുന്ന UDF ആണ് കേരളത്തിലുള്ളത്. ഒരു തവണ കൂടെ UDF അവിടെ തോറ്റാൽ പിന്നെ UDF കേരളത്തിൽ ഉണ്ടാവില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് UDFിനെ സംബന്ധിച്ചിടത്തോളം LDFിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കും. സുഹൃത്തുക്കളെ, ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ജനമാണ് ജയിക്കാൻ പോകുന്നത് എന്നാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പിണറായിസവും ജനങ്ങളും തമ്മിലുള്ള പോരാട്ടമാണ് എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ വാദിക്കാൻ പോകുന്നത്. LDFിനെ അല്ല ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ നേരിടുന്നത് പിണറായിസത്തെയാണ് എന്നാണ് എൻ്റെ വാദം. കഴിഞ്ഞ 9 വർഷക്കാലമായി കേരളത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന, പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പിണറായിസത്തിനെതിരെ, അതായത് CPM അല്ലെങ്കിൽ CPMൻ്റെ ഗവൺമെൻറ് ഒന്നുമല്ല, പിണറായി വിജയൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് കഴിഞ്ഞ 9 വർഷക്കാലമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത്. പിണറായി വിജയൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ടാണ് പിണറായിസം എന്ന് ഞാൻ പറയാൻ കാരണം. ആ പിണറായി വിസത്തിനെതിരെ ശക്തമായിട്ടുള്ള പോരാട്ടം നടത്താൻ ഉള്ള ഒരു വജ്രായുധമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പിണറായി വിസത്തിനെതിരെ ജനം വമ്പിച്ച വിജയം അവിടെ നേടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. UDFിന് സ്ഥാനാർത്ഥി വന്നിട്ടുണ്ട്, LDFിന് സ്ഥാനാർത്ഥി ഇതുവരെ വന്നിട്ടില്ല.
ആരാണെന്ന് നമുക്കറിയില്ല. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ്, നിലമ്പൂരിലെ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം UDF LDFയിലെയും സ്ഥാനാർത്ഥികൾ പ്രസക്തമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളൊക്കെ പ്രസക്തമാകാറുണ്ട്. സ്ഥാനാർത്ഥികൾ നിർണായകമായിട്ടുള്ള ഒട്ടേറെ തെരഞ്ഞെടുപ്പുകൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്. നല്ല സ്ഥാനാർത്ഥി ആയതുകൊണ്ട് ജയിച്ച തെരഞ്ഞെടുപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. മോശം സ്ഥാനാർത്ഥി ആയതുകൊണ്ട് തോറ്റ തെരഞ്ഞെടുപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പ്രസക്തമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. UDFയിലെയും LDFയിലെയും സ്ഥാനാർത്ഥികൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രസക്തമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ഈ പറഞ്ഞതുപോലെ ഇഷ്യൂസിനെ ബേസ് ചെയ്തിട്ടാണ് എന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് UDFിൻ്റെ സ്ഥാനാർത്ഥി ആരാണെന്നുള്ളത് പ്രസക്തമല്ല. പിണറായി വിജയനെ പുറത്താക്കാനുള്ള ആദ്യത്തെ അടി പിണറായി വിജയൻ്റെ മസ്തകത്തിൽ കൊടുക്കാൻ ജനങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു അവസരമായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്നാണ് എൻ്റെ വിശ്വാസം. ഈ തെരഞ്ഞെടുപ്പിൽ അൻവർ ഒരു ഘടകമായിരിക്കും എന്നൊക്കെ പറയാം. അൻവർ ഒരു ഘടകമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നതേയില്ല. കാരണം അൻവറിന് 2021 നിലമ്പൂരിൽ കിട്ടിയത് 2 ജില്ലവാൻ 1000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. അത്രേ അൻവറിന് കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് അൻവർ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു നിർണായക വിഷയമായിരിക്കും എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. നിലമ്പൂരിലെ ജനങ്ങൾ അവരേത് രാഷ്ട്രീയ പാർട്ടികൾപ്പെട്ടവരായിക്കോട്ടെ, അവരെ ഒന്നിച്ചൊന്നായി പിണറായി വിജയനെതിരായി, പിണറായിസത്തിനെതിരായി, പിണറായി വിജയൻ്റെ പ്രത്യശാസ്ത്രത്തിനും രാഷ്ട്രീയത്തിനുമെതിരായി ശക്തമായി പ്രതികരിക്കാൻ പോകുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഞാൻ പറയുമ്പോൾ അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെയും ജനങ്ങളെന്നാണ് ഞാൻ പറയുന്നത്. കോൺഗ്രസിലുള്ളവർ മാത്രമല്ല, കോൺഗ്രസിലുള്ളവർ, BJPയിലുള്ളവർ, മുസ്ലിം ലീഗിലുള്ളവരെന്ന് മാത്രമല്ല, CPMലുള്ള അണികൾ പോലും, CPMലെ പോലും ഭൂരിപക്ഷം വരുന്ന അണികൾ, CPMന് പതിറ്റാണ്ടുകളായി വോട്ട് ചെയ്തിരുന്ന അണികളും പിണറായിസത്തിനെതിരെ വോട്ട് ചെയ്യും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം പിണറായിസം കേരളത്തിൽ തകർന്നാൽ മാത്രമേ ഭാവിയിൽ കേരളത്തിൽ CPMന് ഭാവിയിലെങ്കിലും അധികാരത്തിൽ വരാൻ പറ്റൂ എന്നാണ് CPMൻ്റെ അണികൾ വിശ്വസിക്കുന്നത് എന്ന് എനിക്ക് നേരിട്ടറിയാം. അതുകൊണ്ട് പിണറായിസം ഇവിടെ അവസാനിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായി കാണുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരും CPMൻ്റെ പ്രവർത്തകരുമാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ പിണറായിസത്തിന് അടി നൽകാൻ പോകുന്നത് എല്ലാ വിഭാഗം ജനങ്ങളും, എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെ ജനങ്ങളുമായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ ഒരു വിഷയമേ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. UDF ആരെ നിർത്തിയാലും ആ നിർത്തുന്ന ആളെ ഒരു പ്രതീകമായി മാത്രമേ ജനം കാണൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. UDF ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ആ സ്ഥാനാർത്ഥിയുടെ പേരും അയാളുടെ നാളും അയാളുടെ മേൽവിലാസം ഒന്നും നോക്കാതെ പിണറായിസത്തിനെതിരായി UDF നിർത്തുന്ന സ്ഥാനാർത്ഥിയുടെ ചിഹ്നം എന്താണോ ആ ചിഹ്നത്തിലായിരിക്കും ജനങ്ങൾ വോട്ട് ചെയ്യുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി കട്ടിങ് അക്രോസ് ഓൾ പൊളിറ്റിക്കൽ പാർട്ടീസ് ജനങ്ങൾ പിണറായി വീസത്തിനെതിരായി, പിണറായിയിൽ നിന്ന് ലിബറേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സുവർണാവസരമായി ഈ തെരഞ്ഞെടുപ്പിനെ കാണും എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് പിണറായിസത്തിനെതിരായി നിലമ്പൂരിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി വിധി എഴുതുമെന്നും വലിയ ഭൂരിപക്ഷത്തിൽ പിണറായിസത്തിനെതിരെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി അയാൾ ആരാണോ എന്താണോ എന്നുള്ളതൊന്നും എനിക്ക് പ്രസക്തമല്ല, അയാളുടെ പേരെന്താണെന്നുള്ളതും എനിക്ക് പ്രസക്തമല്ല. പിണറായിസത്തിനെതിരായി ജനങ്ങൾ ഈ വരുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ശക്തമായിട്ടുള്ള സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുമെന്നും 2026 പിണറായി വിജയൻ്റെ ഒരുപോക്കിനുള്ള തുടക്കം ഈ ജൂൺ 19 നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന വിധിയിലൂടെ പുറത്തു വരും എന്നാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത്.